വർഷങ്ങളായി കിടക്കുവാണ്. ബാക്കി എളുപ്പമുള്ള ഭാഗം എല്ലാവരും ചെയ്തു തീർത്തു. ഇത് മാത്രം എനിക്ക് കിടക്കുന്നിങ്ങനെ ആർക്കും വേണ്ടാതെ കിടക്കുവാണ്. ഒരു ജീപ്പല്ലാതെ വേറൊരു ഭാഗം പോവില്ല. വളരെ കാലത്തെ കാത്തിരിപ്പാണ് ഈ റോഡിൻ്റെ പണി പൂർത്തീകരിക്കുക എന്നുള്ളത്. പണി കിട്ടുന്ന കാര്യമില്ല. എവിടെ ടാർ ചെയ്യേണ്ടത്? വാലിയൻ്റെ എന്ന് പറഞ്ഞാൽ വാലിയൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാമം അവസാനിക്കുന്നു. സായിപ്പ് നമ്മൾ പണ്ട് ഇട്ടതാണ്. എൻ്റെആർ എന്ന് പറഞ്ഞ ഗ്രാമം ഇവിടെ കൊണ്ട് തേയിലയും റബ്ബറും ഒക്കെ വെച്ച് ഇവിടെ കൊണ്ട് തീർന്നു. എൻ്റെ പുറത്തോട്ട് മലയല്ലേ. അപ്പോൾ വാലിയൻ്റെ എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവമാണ്. കേട്ടു ആ പ്രിയമുള്ളവരെ, നമ്മൾ ഈ കാണുന്ന ക്ലോസ്ഡ് എന്ന് പറയുന്ന ബോർഡ് വെല്ലിയന്തയിലാണുള്ളത്. ഈ വെല്ലിയന്തയിൽ നിന്ന് വാകച്ചോട് വരെ, അതായത് വെല്ലിയന്ത വാഗമൺ റോഡാണ് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് മുണ്ടക്കയം വിളങ്കാട് വെല്ലിയന്ത വാഗമൺ റോഡാണ്. ഇതിനകത്ത് പണി നടക്കുന്ന ഭാഗവും പണി കഴിഞ്ഞ ഭാഗവും നമ്മൾ വെല്ലിയന്ത മുതൽ മുണ്ടക്കയം വരെയുള്ള പണി തീർന്നതുമാണ്. എന്നാൽ വാകച്ചോടിൻ്റെ അപ്പുറത്തോട്ട് കോലാഹലമേട് മുതൽ വാഗമൺ വരെയുള്ള റോഡിൻ്റെ പണികളും ഏകദേശം 99% തീർന്നാണ്. ഇതിൻ്റെ ഇടഭാഗത്ത് കിടക്കുന്ന വെല്ലിയന്ത മുതൽ വാകച്ചോട് വരെയുള്ള പ്രധാനപ്പെട്ട ഭാഗം എന്നും ജനങ്ങൾക്ക് ദുരിതമാണ്. ഈ ദുരിതം ചുമ്മാ പറയുന്നതല്ല. 2009 തുടങ്ങിയതാണ് ജനങ്ങൾ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളോട് കാത്തിരിക്കുന്നത്. എൻ്റെ പേര് പേരിലാണ്. 35 വർഷമായി റോഡ് പണി തുടങ്ങിയിട്ട്. ഇവിടെ റോഡ് പണിയാൻ തുടങ്ങിയ ഒത്തിരി ആൾക്കാരുണ്ട്. അവർ ഇതിലൊരു ബസ് ഓടിക്കാണെന്ന് ആഗ്രഹിക്കുന്ന അവരെല്ലാം കടന്നുപോയി. ടാറിങ്ങിൻ്റെ ആയിട്ട് അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് വർക്കായിട്ട് തുടങ്ങിയിട്ട് 2009 17 വർഷമേ ഉള്ളൂ. റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് 35 വർഷമായ കാരണവന്മാരൊക്കെ അവര് ബസ്സിൽ ഇതിലെ പോകാനായിട്ട് അവർ വളരെ ആഗ്രഹിച്ച് അവർ കടന്നുപോയി. ഇനി ഞങ്ങളുടെ കാലത്തിൽ ബസ് ഓടിക്കാണ് ഞങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അന്നത്തെ ഉണ്ടായത് ഒരു 60% ആൾക്കാർ ഇപ്പോൾ ഇല്ല. റോഡ് വെട്ടാൻ വേണ്ടി മെനക്കെട്ടവർ. ഞങ്ങളുടെ കാലത്തൊന്നും ഒരു ഇതിലെ ബസ് പോകണമെന്ന് ഞങ്ങൾക്കൊരു വളരെയധികം ആഗ്രഹമുണ്ട്. എത്രയും പെട്ടെന്ന് താരങ്ങി കയറുന്ന ബസ് ഓടണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ഈ ഭാഗത്ത് ടാറിങ് നടക്കുമെന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ. 2009 ഇതിൻ്റെ പണി തുടങ്ങിയിട്ടും ഇവിടുത്തെ ടാറിങ് മാത്രം നടന്നിട്ടില്ല. ഇല്ല, ടാറിങ് എല്ലാം ക്ലീനായി വന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനും മഴ പെയ്ത് പോയി. അത് കഴിഞ്ഞപ്പോൾ ഇതുവരെയും റോഡ് ടാറിങ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ വാഗമണ്ണി ടാർ ചെയ്തിട്ട് നമുക്കിവിടെ പ്രയോജനമില്ല. നമുക്കിവിടെ ഒരു പ്രയോജനമില്ല. പക്ഷേ അവിടെ ടാർ ചെയ്തോട്ടെ, വണ്ടി ഓടാൻ തുടങ്ങിയാൽ നമുക്കിത് പ്രയോജനമുള്ളൂ. അപ്പോൾ വണ്ടി ഓടണമെങ്കിൽ ഇതിലെ വണ്ടിയും ഓടണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പണികൾ തീരണം, ടാറിങ് തീരണം. അപ്പോൾ മഴയ്ക്ക് മുന്നേ തീരണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. 2009 മുതൽ ഈ റോഡിന് വേണ്ടി ഫണ്ട് അനുവദിച്ചു തന്ന സംസ്ഥാന സർക്കാരിനെയും അതുപോലെ ജനപ്രതിനിധികളൊന്നും നമ്മൾ വിസ്മരിക്കുന്നില്ല. പക്ഷേങ്കിൽ ഇവിടുത്തെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇതുകൊണ്ടുള്ള പ്രയോജനം ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളത് വളരെ സത്യാവസ്ഥയാണ്. 2009 തുടങ്ങിയ പണി 2026 ഇതിൻ്റെ ഹൃദയഭാഗമായ ചങ്ക് പ്രദേശമായ വെല്ലിയന്ത മുതൽ വാകച്ചോട് വരെയുള്ള ഭാഗത്തെ പണികൾ തീർന്നിട്ടില്ല. വികസന സ്വപ്നങ്ങൾ, വികസനം തേര് ഇതിൽ ഓടും എന്ന് സ്വപ്നം കണ്ട ഒരു വലിയ ജനവിഭാഗം, ആ ജനവിഭാഗത്തിൻ്റെ കാത്തിരിപ്പ് നമ്മൾ പറഞ്ഞറിയിക്കാൻ സാധിക്കുകയില്ല. കാരണം അവരുടെ കൃഷിയിടത്തിൻ്റെ നടുഭാഗത്തൂടെ, ഏകദേശം എല്ലാവരുടെയും കൃഷിയിടത്തിൻ്റെ നടുഭാഗത്തൂടെ കടന്നുപോയ ഈ റോഡ് അവരെല്ലാം കൃഷിഭൂമി റോഡിൻ്റെ അടിവശത്തോടുള്ള പൂർണ്ണമായി തകർന്നുപോയി. ഒരിക്കലും അവർക്ക് അത് തിരിച്ചു കിട്ടിയല്ല. ആ ഒരു ഭാഗം അതിൻ്റെ ഉൾപ്പെടെയുള്ള ഒരു നേട്ടം അല്ലെങ്കിൽ വിലയ ഭൂമിക്ക് കിട്ടും, അല്ലെങ്കിൽ ഒരു വികസനം ലഭിക്കും എന്നോർത്ത് കാത്തിരുന്നവർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് സ്ഥലം വിട്ടുകൊടുത്ത അല്ലെങ്കിൽ റോഡിൻ്റെ പൂർത്തീകരണത്തിനായി കാത്തിരുന്ന ജനവിഭാഗങ്ങളിൽ ഏതാണ്ട് 60% ആൾക്കാർ ഇപ്പോൾ മൺമറഞ്ഞു പോയി. കാരണം അവരുടെ ആ സ്വപ്നങ്ങൾ ഇത് പൂർത്തിയായി, റോഡ് പൂർത്തിയായി അവർക്ക് കാണുവാൻ വേണ്ടിയിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് വളരെ സങ്കടകരമായ വസ്തുതയാണ്. ഞാൻ ഈ നാട്ടുകാരൻ തന്നെയാണ്. എൻ്റെ പേര് ഗോപാലകൃഷ്ണൻ. ഈ ക്ഷേത്രത്തിൻ്റെ അടുത്ത്, വെല്ലിയന്ത ക്ഷേത്രത്തിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. ഈ മഴക്കാലത്തിന് മുമ്പ് നമ്മുടെ വെല്ലിയന്ത വാകച്ചോട് വരെയുള്ള റോഡ് ടാർ ചെയ്ത് കിട്ടിയാൽ ഏറ്റവും നല്ലതായിരിക്കും. വർഷങ്ങളായി കിടക്കുവാണ്. ബാക്കി എളുപ്പമുള്ള ഭാഗം എല്ലാവരും ചെയ്തു തീർത്തു. ഇത് മാത്രം എനിക്ക് കിടക്കുന്നിങ്ങനെ ആർക്കും വേണ്ടാതെ കിടക്കുവാണ്. ഒരു ജീപ്പല്ലാതെ വേറൊരു ഭാഗം പോവില്ല. ബൈക്കുകൾ സാഹസിക യാത്രയ്ക്ക് പോകുന്ന ബൈക്കും പോകും, അല്ലാതെ വേറൊരു ഭാഗം കയറി പോകാൻ പാടാം. എത്രയും ഈ മഴക്കാലത്തിന് മുമ്പൊക്കെ ഇത് തീർത്ത് കിട്ടിയാൽ മതിയായിരുന്നു. മഴക്കാലത്തിന് മുന്നേ തീർന്നില്ലെങ്കിൽ നമ്മുടെ ഈ ഭാഗത്തെ പണി തീരുകയില്ല. അതാണ് നമ്മുടെ അനുഭവം.
അല്ലേ? അവരെല്ലാം ഇട്ടിട്ട് പോകും. മഴക്കാലം കഴിയുമ്പോൾ അവർ ഇട്ടിട്ട് പോകും. ഇപ്പം 3 കോൺട്രാക്ടർമാർ വന്നത് അങ്ങനെ തന്നെ കണ്ടുവരുന്നത്. ഈ ഇത്രയും പേർ ഇതൊന്ന് തുറന്ന് ഓപ്പണായി കിട്ടുവാണ് ഏറ്റവും നല്ലത്. അതിനുവേണ്ട നടപടികൾ ഭരണാധികാരി ചെയ്യുമെന്നാണ് ആഗ്രഹം. ഓക്കെ, വളരെ നന്ദി ചേട്ടാ. ഇവിടുത്തെ ജനങ്ങളുമായിട്ട് യാതൊരു വിധത്തിലുള്ള സമ്പർക്കവും ഇല്ലാതെ അല്ലെങ്കിൽ ഒരു ആലോചനയില്ലാതെ നമ്മുടെ ആലപ്പുഴ, എറണാകുളം പോലെയുള്ള സ്ഥലങ്ങളിലെ എൻജിനീയർമാർ വന്നേച്ച് അവർ പൈപ്പിട്ടിട്ട് പോകും. ആ പൈപ്പിൽ കൂടി ഒരിക്കലും നമുക്ക് ഇതുവഴിയുള്ള ആ വെള്ളത്തിൻ്റെ വരവ്, മഴവെള്ളം അല്ലെങ്കിൽ ഉരുളുപൊട്ടിയുള്ള വെള്ളം എന്ന് പറയുമ്പോൾ ആ വെള്ളം തീർച്ചയായിട്ടും നമ്മൾ കരുതുന്ന പോലെ ആയിരിക്കില്ല. മണ്ണ് കാണും, കല്ല് കാണും, അതുപോലെ തടി കാണും. ആ വരുന്ന സാധനങ്ങൾ ഈ പൈപ്പ് അടഞ്ഞ് അങ്ങനെയാണ് ഈ ഭാഗത്തെ ഓടകളെല്ലാം, അതിനിപ്പുറത്തെ റോഡെല്ലാം നമ്മൾ ഫോം ചെയ്തൊക്കെ നശിച്ചു പോയിരിക്കുന്നത്. എൻ്റെ പേര് രതീഷ്. എൻ്റെ വീട് വാഗമണ്ണാണ്. ഞാൻ താമസിക്കുന്നത്, ഇപ്പോൾ താമസിക്കുന്നത് വള്ളിയാങ്കാവ്. ഇതിലെ കയറിപ്പോൾ നമുക്കൊരു 25 കിലോമീറ്ററേ ഉള്ളൂ മുണ്ടക്കയം ടൗണിൽ നിന്ന്. കയറി പോകാമെന്നാണ് ഇപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്, എല്ലാവരും പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത്യാവശ്യം പണികൾ, പക്ഷേ നമ്മൾ ഈ വണ്ടി പോകുമെന്ന് പറഞ്ഞാലും പോയിട്ട് ഇടയ്ക്ക് ആൾക്കാർ പെട്ടുപോകും. കയറിപ്പോയി, ഞാൻ ഇറങ്ങി വന്നു, ബൈക്കും കൂടെ ഇറങ്ങി വന്നിട്ടുണ്ട്. കയറിപ്പോയി നോക്കാന്ന് പറഞ്ഞാൽ പോവാ. എന്നാണല്ലോ ആൾക്കാരൊക്കെ നമ്മളെ വിളിച്ച് വീഡിയോ ഒക്കെ ഇടുന്നോണ്ട് വിളിച്ച് ചോദിക്കാറുണ്ട്, ഇതിലെ വണ്ടി പോകുമെന്ന്. അപ്പം ആക്റ്റീവൊക്കെ കയറി പോകുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ടിപ്പറൊക്കെ വിളിച്ച് ചോദിച്ചപ്പോഴത്തേക്ക് ചോദിച്ചു. ടിപ്പറൊക്കെ ഓടുന്നുണ്ടല്ലോ ഇപ്പോൾ ഇല്ലേ? കൊണ്ടുണ്ട്. ഞങ്ങളും കയറി പോയിട്ട് വരാം. അപ്പോൾ ഈ റോഡിൻ്റെ പണികൾ താങ്കൾക്ക് എത്ര നാളത്തെ ഒരു ഓർമ്മയുണ്ട് ഈ റോഡിൻ്റെ പണി തുടങ്ങിയായിട്ട്? വർഷങ്ങളായിട്ട് ഇത് ഇങ്ങനെ കിടക്കുമല്ലേ ഇത്? 2009 തുടങ്ങിയതാ. ഇപ്പം പൂർണ്ണമായിട്ട് ഇപ്പം മേളിലെല്ലാം ടാറിങ് ആയെന്ന് പറഞ്ഞു. ഇപ്പം സൗകര്യമാവും. ഇത് തന്നെയാണല്ലോ, ഇത് ചെയ്ത് തീർന്നാൽ പ്രയോജനം കിട്ടും. രക്ഷപ്പെട്ടു പോകും. ഒരു 20 കിലോമീറ്ററിലാവുക മുണ്ടക്കയത്ത് വാഹനം പോകണമെങ്കിൽ. ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് നടക്കണമെന്ന് തന്നെയല്ലേ ആഗ്രഹം? പിന്നെ ഇത് ഇപ്പോൾ തീർന്നു, ഇപ്പോൾ ഉടനെ തന്നെ തീരും, മഴയ്ക്ക് മുന്നേ തീരുമെന്നാണ് ഇപ്പോൾ അറിവ് കിട്ടിയേക്കുന്നത്. ഇത് നോക്കാൻ വേണ്ടി കൂടെ ഇന്നിപ്പോൾ കയറി പോകുന്നത്. എങ്ങനെ ഇതുവഴി സ്ഥിരമായിട്ട് സഞ്ചരിക്കുന്നില്ലായിരുന്നു? ഇല്ല, ഇന്ന് നോക്കിയിട്ട് വേണം ഇനിയിപ്പോൾ ഇത് സ്ഥിരമാക്കാൻ വേണ്ടി ഇരിക്കുന്നത്. കാരണം ഞാൻ ഈ നാട്ടുകാരൻ കൂടിയാണ്, ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളാണ്. അപ്പോൾ 2009 മുതൽ ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പണികൾ ഇത്തവണ തീർന്നില്ല, ഇനി തീരുകയില്ല. കാരണം പലതവണ ഫണ്ട് ഇട്ടു. ഈ ഫണ്ടുകളെന്ന് പറയുന്നത് ഏകദേശം ആദ്യം 17 കോടിയോ തുടങ്ങി. ആ 17 കോടി എക്സ്റ്റെൻഡ് ചെയ്ത് അത് 35, 45 അങ്ങനെയുള്ള തുകകൾ വന്നു. വീണ്ടും 17 കോടി കൂടിയാണ് ഇപ്പം പണി തുടങ്ങിയിട്ടും 17. ഇത് 17ൻ്റെ ഒരു കളിയാണ് ഈ കാണുന്നത്. ഇത്തവണ അത് നല്ല പൂർണ്ണമായിട്ട് നല്ല സജീവമായിട്ട് പണിയുന്നുണ്ട്. വീട്ടിലേക്കാണെങ്കിലും ഞാൻ ഇടയ്ക്ക് അതിലെ കൂടെ തങ്ങളുവാറൊക്കെ വരുന്ന ജീപ്പും കൊണ്ട് വരും. ഞാൻ ജീപ്പുള്ള എനിക്ക് ഓടുന്നേ, ഞാൻ വണ്ടി കൊണ്ട് വരുമ്പോൾ അവിടെ നല്ല ഊർജ്ജമായിട്ട് പണി നടക്കും. അപ്പോൾ ആ ടാറിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഇട്ടായിരുന്നു, ലൈവ് ഇട്ടായിരുന്നു, അല്ലാതെ 2 വീഡിയോയും കൂടി ഇട്ടു. ആ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ആൾക്കാർ പറയുന്നത് ഇപ്പോൾ ഇതിലെ എല്ലാ വണ്ടികളും കയറി പോവോ, ടാറിങ് തീർന്നോ, ഈ റോഡ് തുറന്നു പോയോ, അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് ആൾക്കാർ കയറി പോകുന്നത്, സ്ഥിരമായിട്ട് പോകുന്നുണ്ട്. കയറി പോയില്ലോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ച് പോയത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് സാഹസിക യാത്രയാണ്. എനിക്കറിയാവുന്ന ഒരു ജോലിക്കാരനാണ്. അദ്ദേഹം റോഡൊന്ന് എഴുതി വെച്ചിരിക്കുന്ന സമയത്ത് വരെ, ഇത് ഉരുളുപൊട്ടി പോയിരുന്ന റോഡൊന്ന് എഴുതി വെച്ചിരിക്കുന്ന സമയത്ത് വരെ ഈ ആക്റ്റീവ് കൊണ്ട് പോയി. അത് നമ്മുടെ ഈ ഇവിടുത്തെ പാലം ഇല്ലാതിരുന്ന സമയത്ത് അദ്ദേഹം ഇപ്പുറത്തും അപ്പുറത്തും ഓരോ വണ്ടി വെച്ചിട്ട് ജോലിക്ക് പോയിട്ട് വന്നുകൊണ്ടിരുന്ന ആളാണ്. ഓരോരുത്തരുടെ സ്കില്ലാണിത്. എന്ന് പറഞ്ഞ് നമ്മൾ പോകുന്നത് കണ്ടുകൊണ്ട് മറ്റുള്ളവർ അനുകരിക്കരുതെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. കാരണം റോഡ് എത്ര കണ്ട് പെർഫെക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇത് കയറി പോകുന്നതാണ് ഇപ്പോൾ പറഞ്ഞത്. നമ്മൾ ടിപ്പറും അവിടെ റിസോർട്ട് പണിയുന്നവരുണ്ട്, അവരെല്ലാം വിളിച്ചു വെച്ചപ്പോഴത്തേക്ക് വണ്ടി കയറി പോകുന്നതാണ് ഇപ്പോൾ അറിവ് കിട്ടിയത്. ഇപ്പം ടിപ്പർ ഓടിയ ഒരു വീൽ ചാലുണ്ട്. ഓക്കെ. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് ഈ റോഡിൻ്റെ ഈ ഭാഗത്തെ പണികൾ തീരട്ടെ. കാരണം ടൂറിസം വികസിക്കുന്നതോടൊപ്പം ജനങ്ങൾ ഇപ്പം നമ്മൾ ഈ സ്ഥലങ്ങൾ വിട്ടുകൊടുത്തിരിക്കുന്ന അത്രയും ഏരിയയിൽ അതിൻ്റെ അടിവശത്തോട് പൂർണ്ണമായിട്ടും ഈ ഭൂമി നഷ്ടപ്പെട്ടു പോയ ആൾക്കാരുണ്ട്. അവർക്ക് അതിൻ്റെ ഒരു പ്രയോജനം കിട്ടണമെങ്കിൽ വികസനമുണ്ടോ? എല്ലാവർക്കും യാത്ര എളുപ്പ സൗകര്യമായിരിക്കും. അപ്പോൾ നമുക്കിത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പണികൾ തീരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കാം. പണികൾ തീർന്ന് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കണ്ടുമുട്ടാം. അപ്പോൾ വെളിയങ്കാവിലെവിടെയാണ് താമസം? ഞാൻ ബസ് ഓടിക്കുന്നത്, ആരാധന ബസ് ഓടിക്കുന്നത്. ആണോ? പെണ്ണ് കിട്ടിയേക്കുന്ന വീട് വാഗമണ്. അപ്പോൾ മനുവിനെയൊക്കെ അറിയാലോ? മനുവിനെയൊക്കെ പിന്നെ വാഗമൺ ടൗണിൽ ഒരുപാട് ജീപ്പുകളുണ്ടല്ലേ? 300 വണ്ടി. 300 വണ്ടി എന്ന് പറഞ്ഞാൽ ആണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ ചേട്ടൻ പറഞ്ഞത്. അതുകൊണ്ട് 300ഓളം വണ്ടികൾ വാഗമൺ ടൗൺ ബേസ് ചെയ്ത് ടൂറിസവുമായി ബന്ധപ്പെട്ട് ഓടുന്നുണ്ട്. അപ്പം നമുക്ക് ജീപ്പുകൾ അല്ലേ, ജീപ്പുകൾ കമാൻഡർ എല്ലാം ഉൾപ്പെട്ടല്ലേ. അപ്പോൾ നമ്മുടെ നാട്ടിലും ഇതിൻ്റെയൊക്കെ ഒരു ഇത് സംഭവങ്ങളുണ്ട് ആൾക്കാർക്ക്. ആണല്ലേ? അതുപോലെ നമ്മുടെ ഈ ഭാഗത്തെ റിസോർട്ടുകൾക്ക് വ്യൂ പോയിന്റ് കൂടുതൽ തോന്നുന്നു അല്ലേ ഈ ഏരിയക്ക്?
എനിക്ക് എന്നാ സൗകര്യം ഉണ്ടെന്ന് അറിയാം. എനിക്ക് ഇനിയിപ്പോൾ രാവിലെ ഇവിടെ പോയി വരുമ്പോൾ ശരിക്കും ഈ എവിടെ ഏത് ഭാഗത്താണ് താമസം? വാഗമണ്ണിൽ തന്നെയാണെന്ന് പറഞ്ഞാലും വാവണ് പുള്ളിക്കാനോ എൻ്റെ വീട് പുള്ളിക്കാനല്ലേ? നമ്മൾ വാവൺ ടൗണ് ജീപ്പ് ഓട്ടുന്ന ടൗണിലാണ് പുള്ളിക്കാനോ എൻ്റെ വീട്. ഞാൻ ആ പുള്ളിക്കാരൻ യാർഡ് വരെ വന്നിട്ടുണ്ട്. ഇവിടുന്ന് പോയൊരു വണ്ടിയെ വന്ന് ഇതുപോലെ വീഡിയോ എടുക്കാൻ വന്ന സമയത്ത് യാർഡ് വരെ വന്നിട്ടുണ്ട്. ചേട്ടൻ്റെ വീഡിയോയുടെ പേരിന് എൻ്റെ വീഡിയോ എൻ്റെ സന്തോഷ് കാരാക്കര എന്നുകൊണ്ട് ഫേസ്ബുക്കിലും വാലി എൻ്റെ എന്ന് പറഞ്ഞാൽ വാലി എൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാമം അവസാനിക്കുന്നു. സായിപ്പ് നമ്മൾ പണ്ട് ഇട്ടതാണ്. എൻ്റെ എന്ന് പറഞ്ഞ ഗ്രാമം ഇവിടെ കൊണ്ട് തേയിലയും റബ്ബറും ഒക്കെ വെച്ച് ഇവിടെ കൊണ്ട് തീർന്നു. എൻ്റെ പുറത്തോട്ട് മലയല്ലേ. അപ്പോൾ വാലി എൻ്റെ എന്ന് പറഞ്ഞാൽ ആ ഒരു സംഭവമാണ്. കേട്ട് ഇതിപ്പോൾ ഈ ഭാഗം കൂടുതൽ വരുന്നത് യൂട്യൂബിൽ വീഡിയോയിലേ വരുള്ളൂ. പിന്നെ വ്യൂസൊക്കെ ആയി വരുന്നുള്ളേ. 2500 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. പിന്നെ ഫേസ്ബുക്കിനെ സംബന്ധിച്ചോളം സന്തോഷ് കാരോക്കര എന്ന് അടിച്ച് കഴിഞ്ഞാൽ കിട്ടും. സന്തോഷ് കാരോക്കരയിൽ അപ്പോൾ അതിൽ അത്യാവശ്യം വ്യൂസ് ഉണ്ട്. നമ്മുടെ വീഡിയോസിനെല്ലാം 10K മേളിൽ ഉണ്ട്. എങ്ങനെ കൈ തടഞ്ഞു കയറ്റി വിടാത്ത പരിപാടിയൊന്നും ഇല്ല അങ്ങനെയൊന്നുമില്ല. റോഡ് തടഞ്ഞിട്ടൊന്നുമില്ല. റോഡിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. വണ്ടികൾ വരുന്നത് വെച്ചാൽ ചെറു വണ്ടികൾ പോകാൻ ഭയങ്കര പാടാണ്. എന്നാൽ ആക്റ്റീവ് കൊണ്ട് പോകുന്നവരുണ്ട്. പക്ഷെ നമുക്ക് 100% അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. വഴി നന്നായാൽ നമുക്ക് എല്ലാവർക്കും പോകാൻ നല്ല എളുപ്പമില്ല. തീർച്ചയായിട്ടും നല്ല വഴി. ഇപ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ നമ്മുടെ എല്ലാ വീഡിയോയ്ക്കകത്ത് നിങ്ങളുണ്ടല്ലോ. ഇപ്പോൾ എവിടെ പോവാ? ചുമ്മാ നോയമ്പൊക്കെ അല്ലായിരുന്നു. ചുമ്മാ നിന്ന് കാണാൻ. നമ്മുടെ നാട്ടിലെ റോഡല്ലേ ഇത്രയും വർഷമായിട്ട് തകർന്നു പോയതല്ലേ. രക്ഷപ്പെട്ട് വരുമ്പോ കാണാനൊരു സന്തോഷം. രക്ഷപ്പെട്ട് കാണുമ്പോ നമുക്കൊരു സന്തോഷമല്ലേ. വികസനം ഉണ്ടാവുമല്ലോ. അതല്ലേ നമുക്ക് ആഗ്രഹം. കാരണം ഇപ്പോൾ ഒരു ചേട്ടനുമായിട്ട് സംസാരിച്ചു. വാഗമണ്ണിലുള്ള ചേട്ടനാണ്. പുള്ളി ആരാധന ബസ് ഡ്രൈവറാണ്. പുള്ളി ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ജീപ്പ് ഓടിക്കുക. ആ പുള്ളിയുടെ ആ ടൈം എന്ന് പറഞ്ഞാൽ പുള്ളി പറയുന്നത് 300 വണ്ടിയാണ് വാഗമണ്ണി കിടന്ന് വിടുന്നത്. ജീപ്പ് 300 വണ്ടി. ആ പണിതിട്ടൊന്നും കാര്യമില്ല. ഇവിടെ ടാർ ചെയ്യേണ്ടത് കിടക്കാറുണ്ട്. വർഷങ്ങളായല്ലോ. അപ്പോൾ ഈ ഭാഗത്ത് ടാറിങ്ങിൻ്റെ പണി നമുക്ക് തീരണമെന്ന് നമ്മുടെ ആഗ്രഹം. മുകളിലോട്ടുള്ള മുകളിലോട്ടുള്ള പണി ഇവിടെ ചെയ്യണ്ടത്. അല്ല അവിടുത്തെ പണി ചെയ്യണമെന്ന് പറഞ്ഞത്. പക്ഷെ നമ്മുടെ ഇവിടുത്തെ പണികൾ ഇത്രയും നാളായിട്ടും തീർന്നിട്ടില്ല. ഇവിടെ കൊണ്ട് ശരിക്കും തുടങ്ങിയിട്ടില്ലെന്ന് വേണം പറയാൻ. അതെ, ഇവിടെ തുടങ്ങിയിട്ടില്ല. വളരെ കാലത്തെ കാത്തിരിപ്പാണ് ഈ റോഡിൻ്റെ പണി പൂർത്തീകരിക്കുക. അത് പണി തുടങ്ങിയിട്ട് ഇവിടുന്ന് പണിയേണ്ട റോഡ് വാഗമണ്ണിൽ നിന്നാണ് കോലാലത്തു നിന്ന് പണിത് അവിടെ ടാർ ചെയ്ത് നമുക്ക് വലിയ ഉപകാരമില്ല. ഈ റോഡ് ഇവിടുന്ന് ടാർ ചെയ്തെങ്കിലേ നമുക്ക് പ്രയോജനമുള്ളൂ. നമുക്ക് ആൾക്കാർക്ക് പോകാനും വരാനും ബിസിനസ്സുകാർക്കാണേലും എല്ലാം ഇവിടുന്ന് ചെയ്തു പോകണമായിരുന്നു. അവരത് മണ്ടേന്നാണ് ചെയ്ത് വന്നേക്കുന്നത്. അപ്പം ഇത് എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ പണിയും പൂർത്തീകരിക്കണമെന്നാണ് നമ്മളെല്ലാവരും ഇവിടുത്തെ ജനങ്ങളെല്ലാം ആഗ്രഹിക്കുന്നത്. നമുക്ക് പ്രയോജനമുള്ളൂ. ആൾക്കാർക്ക് വരാനും പോകാനും എല്ലാം കൊണ്ട് ഇതൊരു ഇഷ്ടം പോലെ വണ്ടി ഓടും. പിന്നെ ഒരു ബസ് ഇവിടെ വന്ന് കാണണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. നേരത്തെ ഒരു ബസ് ഓടിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. അപ്പം ബസ് നിന്നുപോയി. ട്രാൻസ്പോർട്ട് ഉണ്ടായിരുന്നു, പ്രൈവറ്റ് ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഒരു സൗകര്യവും ഇല്ലാത്തൊരു ദേശമായിട്ട് തീർന്നിരിക്കുകയാണ്. വന്യമൃഗങ്ങളുടെ ശല്യമായിട്ടും എല്ലാം. നേരത്തെ ഇല്ലാതിരുന്നപ്പോൾ പുലിയുണ്ടല്ലേ? നമ്മളെ ആരും പരിഗണിക്കുന്നില്ല. ഇത് മുകൾ ഭാഗത്ത് ആ S-വളവിൻ്റെ അവിടെ നമ്മുടെ കോൺക്രീറ്റിങ് നടക്കുന്ന ഭാഗത്തെ കോൺക്രീറ്റിന് വേണ്ടി കൊണ്ട് നിറക്കിയിരിക്കുന്ന മെറ്റീരിയൽ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കിടക്കുന്നത്. ഇതാണ് വെല്ലിയന്തക്കാവ് ക്ഷേത്രം. ശ്രീ ഭദ്രകാളി ക്ഷേത്രം വെല്ലിയന്തക്കാവ്. ഈ വെല്ലിയന്തക്കാവ് ക്ഷേത്രം മുതൽ വെല്ലിയന്ത മുതൽ വാകച്ചോട് വരെ എന്നാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത്. നിലവിൽ പണി നടക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ വർക്ക് കൊണ്ട് ഈ 7 മാസം പണി കൊണ്ട് ഗുണമുണ്ടായിരിക്കുന്നത് വാകച്ചോട് മുതൽ വാഗമൺ വരെയുള്ള ആൾക്കാർക്കാണ്. ഇനി എന്ന് വരെ വെല്ലിയന്ത മുതൽ വാകച്ചോട് വരെയുള്ള പണി തീരും? ഈ ചോദ്യമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ തരുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിരുചിക്കനുസരിച്ച് മറുപടി നൽകുക, അല്ലെങ്കിൽ അഭിപ്രായം രേഖപ്പെടുത്തുക. കുലുക്കുന്നൊന്നുമില്ലല്ലേ? ആണോ? വാഗമണ് പോവാണോ? എവിടെ ചെന്നാലും ഉണ്ടല്ലോ. അങ്ങ് വരെ നമ്മൾ ഒരു ഉറപ്പ് പറയത്തില്ല. കാരണം അവിടെ വരെയൊക്കെ കത്തി പോകാറില്ല. ഇപ്പൊ ഈ ടിപ്പറും ടോറസ് പോകുന്നതുകൊണ്ട് കുറച്ചൊക്കെ ഒരു ചാല പിടിച്ച് പോകാൻ പറ്റുമായിരിക്കും. അതായത് നമ്മൾ സപ്പോർട്ട് ചെയ്ത് പറയത്തില്ല. കാരണം നമ്മൾ പറഞ്ഞേച്ച് വണ്ടി പോയിട്ട് സന്തോഷം പറഞ്ഞേച്ചാൽ വണ്ടി പോയെന്ന് പറയും.